ഹലോ, ഇന്ന് നമ്മൾ വോക്കട്ട് ഓഫിൽ ആക്റ്റീവ് ലോൺ വോ മുതൽ SHG വരെ എൻട്രി നടത്തും. ഇവ നിലവിൽ വോ മുതൽ SHG വരെ പ്രവർത്തിക്കുന്ന വായ്പകളായിരിക്കും. കറന്റ് ഡേറ്റിൽ സജീവമാകും എന്നതിൽ ക്ലിക്ക് ചെയ്യാം. നിങ്ങൾ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ എല്ലാ സ്വയം സഹായ സംഘങ്ങളുടെയും പേരുകൾ നിങ്ങൾക്ക് കാണാൻ കഴിയും. നിങ്ങൾ വായ്പ നൽകാൻ ആഗ്രഹിക്കുന്ന SHGയുടെ പേരിൽ ക്ലിക്ക് ചെയ്യണം. ഞാൻ ആരതി മഹിള SHGയിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ നിങ്ങൾക്ക് എഡിറ്റ് ബട്ടൺ കാണാം. ആരതി മഹിള SHGയുടെ പേര് ഇവിടെ കാണാം. ഇവിടെ നിങ്ങൾ ഏത് പേജിൽ നിന്നാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയണം. ഇവിടെ നിങ്ങൾ ലോൺ നമ്പർ 24 ആയിരിക്കാം, കാരണം ഞങ്ങൾ 23 ക്ലോസ്ഡ് ലോൺ എൻട്രികൾ നടത്തി. ഫണ്ടിന്റെ ഉറവിടം. എല്ലാ ഫണ്ടുകളുടെയും ഉറവിടങ്ങൾ ഇവിടെ നൽകിയിരിക്കുന്നു. SHGക്ക് വായ്പ നൽകിയ ഫണ്ട് സ്രോതസ് നിങ്ങൾ നൽകണം. ആകെ വായ്പ നൽകി. എത്ര വായ്പ നൽകിയിട്ടുണ്ട്? 1,50,000 പ്രിൻസിപ്പൽ തിരിച്ചടച്ചു. ഇതിൽ എത്ര തുക തിരികെ ലഭിച്ചു? 40,000. പ്രിൻസിപ്പൽ ഔട്ട്സ്റ്റാൻഡിംഗ് യാന്ത്രികമായി കണക്കാക്കും. പ്രിൻസിപ്പൽ ഓവർഡ്യൂ കേസ് വൈകിയാൽ നിങ്ങൾക്ക് ഇവിടെ പ്രിൻസിപ്പൽ ഓവർഡ്യൂ എൻട്രി നടത്താം. ഇല്ലെങ്കിൽ സ്റ്റാർട്ട് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലാത്തതിനാൽ നിങ്ങൾക്ക് ഇത് ഒഴിവാക്കാം. നിലവിലുള്ള പലിശ നിരക്ക്. വോയിൽ നിന്ന് SHGക്ക് വായ്പ നൽകുന്നതിനുള്ള പലിശ നിരക്ക് എത്രയാണ്? ഇവിടെ നമുക്ക് 9% മാത്രമേ ഉള്ളൂ. കൂടുതലോ കുറവോ ഉണ്ടെങ്കിൽ ഇത് എഡിറ്റ് മോഡിലാണ്. നിങ്ങൾക്ക് അത് എഡിറ്റ് ചെയ്ത് നിങ്ങളുടെ സ്ഥാനത്തുള്ള പ്രക്രിയ നൽകാം. പലിശ നൽകി. ഇതിന് എത്ര പലിശ ലഭിച്ചു? നിങ്ങൾ ചേർത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നൽകാം. ലോൺ നൽകിയതിനു ശേഷം ഇതുവരെ എല്ലാ പലിശയും ചേർത്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് അത് ഉപേക്ഷിക്കാം, കാരണം ഇവിടെ ഒരു തുടക്കവുമില്ല. ഞാൻ പലിശ കുടിശ്ശിക വരുത്തിയിട്ടില്ല, അതിനാൽ ഞാൻ എൻട്രി നടത്തുന്നില്ല. ഏതെങ്കിലും താൽപര്യം കാലഹരണപ്പെട്ടാൽ നിങ്ങൾ ഒരു എൻട്രി നടത്തണം. വായ്പാ വിതരണ തീയതി. നിങ്ങൾ ഇവിടെ വായ്പാ വിതരണ തീയതി നൽകണം. നമ്മൾ എൻട്രി നടത്തുന്ന വായ്പ ഏത് തീയതിയിലാണ് വിതരണം ചെയ്തത്, ആ തീയതിയിലായിരിക്കും നമ്മൾ ആ എൻട്രി നടത്തുന്നത്. ഇത് 2023 ഒക്ടോബർ 1 വിതരണം ചെയ്തു. പണമടക്കൽ രീതി. ഇവിടെ ഞങ്ങൾ ഒരു സംഗ്രഹ എൻട്രി നടത്തുകയാണ്. അതിനാൽ അടുത്ത മാസം മുതൽ നമുക്ക് കുടിശ്ശികയുള്ള വായ്പ ആവശ്യമുള്ളതിനാൽ ക്യാഷ് എൻട്രി നടത്തുന്നതിൽ ഒരു പ്രശ്നവുമില്ല. അതിന്റെ തിരിച്ചടവ് എടുക്കേണ്ടതുണ്ട്. ഈ വായ്പ 8 മാസം മുമ്പോ 10 മാസം മുമ്പോ എടുത്തതാണെങ്കിൽ, ഈ രീതിയിൽ എടുത്തതാണെങ്കിൽ അത് പ്രശ്നമല്ല. അതിനാൽ നമുക്ക് അത് ക്യാഷ് മോഡിൽ മാത്രമേ നിലനിർത്താൻ കഴിയൂ. ശേഷിക്കുന്ന കാലയളവ്. ലോൺ തിരിച്ചടക്കാൻ എത്ര മാസം കൂടി ബാക്കിയുണ്ട്? 20. നിങ്ങൾക്ക് ഇൻസ്റ്റാൾമെന്റ് തുക സ്വയമേവ കണക്കാക്കി ലഭിക്കും. തിരിച്ചടവ് ആവൃത്തി പ്രതിമാസമായിരിക്കും. ഞങ്ങൾ വിശദാംശങ്ങൾ സംരക്ഷിക്കും. ME കാണാൻ അതെ ക്ലിക്ക് ചെയ്യുക. നിങ്ങൾക്ക് ഷെഡ്യൂൾ ഡൗൺലോഡ് ചെയ്ത് പങ്കിടാം. ഒരു സ്വയം സഹായ സംഘത്തിന് ഒന്നിലധികം വായ്പകളുണ്ടെങ്കിൽ പ്ലസ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഒരു എൻട്രി നൽകാം. നന്ദി.